ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പിന്നെയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെൽസിനെ കുറിച്ചാണ്. ചെൽസിന്റെ കാര്യം പറയുമ്പം എസ്പെഷ്യലി മുഡ്രിക്കിന്റെ ഒരു സിറ്റുവേഷനും അതുപോലെ തന്നെ ഈ പൊട്ടൻഷ്യൽ സസ്പെൻഡഡ് 2 വിൻഡോ ട്രാൻസ്ഫർ ബാൻ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് മുഡ്രിക്കിന്റെ കേസിൽ തന്നെ തുടങ്ങാം. മുഡ്രിക്കിന് നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് ചെക്കൻ മരുന്നടിച്ചതിന്റെ പേരിൽ എഫ് കുറച്ച് കാലത്തേക്ക് പുള്ളിനെ വിലക്കിയിട്ടുണ്ടായിരുന്നു. ആ വിലക്ക് ഇപ്പം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളി ബാക്ക് ടു ചെൽസി, ആ ഒരു സിറ്റുവേഷൻ ആണ്. പുള്ളി തിരിച്ചു വന്നു എന്നുള്ളത് ഓക്കെയാണ്. ഐ എം ഹാപ്പി ഫോർ ഹിം. പക്ഷേ ചെൽസിയിൽ പുള്ളിക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഡൗട്ട്ഫുൾ ആണ്, എസ്പെഷ്യലി ചാബിയുടെ അണ്ടറിൽ കേട്ടോ. കാര്യം ചാബി കളിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മുട്രിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുള്ളി ഒരു ടച്ച് ലൈൻ വിങ്ങറാണ്. 1-on-1 അത്യാവശ്യം നന്നായിട്ട് ഡ്രിബിൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പുള്ളി ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് കളിക്കുന്ന, അല്ലെങ്കിൽ ഒത്തിരി സ്പേസ് കിട്ടുന്ന മാച്ചുകളൊക്കെയാണ് പുള്ളിയുടെ ഒരു പൊട്ടൻഷ്യൽ മൊത്തമായിട്ട് കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിങ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത്. പക്ഷെ ഷാബിയുടെ സിസ്റ്റം അങ്ങനെയല്ലല്ലോ. ഷാബിയുടെ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൾ കൂടുതൽ കയ്യിൽ വെച്ച് കളിക്കുന്ന ഒരു സിസ്റ്റമാണ് ഷാബി ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ മുഡ്രിക്ക് സാധാരണഗതിയിൽ ചെയ്യുന്ന ഈ ടച്ച് ലൈൻ വിങ് പരിപാടികളും 1-on-1 ഡ്രിബ്ലിംഗ് ഒക്കെ ഷാബിയുടെ സിസ്റ്റത്തിൽ ചെയ്യുന്നത് ഷാബിയുടെ വിങ് ബാക്സ് ആണ്. ആൻഡ് ഷാബിയുടെ വിങ്ങേഴ്സ് ആക്ച്വലി ചെയ്യുന്നത് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ഒരു നമ്പർ 10 റോൾ, അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോൾ, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പണികളൊക്കെയാണ് ഷാബി സ്വന്തം വിങ്ങേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാറുള്ളത്. അതായത് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കെങ്കിൽ ഷാബിയുടെ വിങ്ങേഴ്സിന് വേണ്ട ഏറ്റവും ബേസിക് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞിരിക്കെങ്കിൽ ഫസ്റ്റ് ടച്ച് അടിപൊളിയായിരിക്കണം, നല്ല ബോൾ കൺട്രോൾ ഉണ്ടാവണം, അതുപോലെ തന്നെ ഈ ഷോർട്ട് പാസ് കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലേസിനായിരിക്കണം. നമുക്കറിയാവുന്ന മുഡ്രിക്കിന് ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഷോ ആയിരുന്നല്ലോ. 2 വർഷം മുന്നേ മുഡ്രിക്ക് ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ള പരിപാടികൾ ഈ ബോൾ കൺട്രോളും ഫസ്റ്റ് ടച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഫൈനൽ തേർഡിലെ പുള്ളിയുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ഷോക്കായിരുന്നു. അതുപോലെ തന്നെ പുള്ളിയുടെ ഫിനിഷിംഗ് പ്രശ്നമായിരുന്നു. ഈ 2 വർഷത്തിനിടയ്ക്ക് പുള്ളി ഈ സ്കില്ലിലൊക്കെ എത്രമാത്രം അപ്സ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ആസ് ഓഫ് നൗ പുള്ളി ഷാബിയുടെ ഒരു പ്ലാനിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇനി പുള്ളിയുടെ ഫ്യൂച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ടിൽ ജാനുവരി പുള്ളി എന്തായാലും ചെൽസിയുടെ ടീമിനൊപ്പം തന്നെ ഉണ്ടാവും, പാർട്ട് ഓഫ് റിഹാബ്. പക്ഷേ പുള്ളിക്ക് ചിലപ്പം കപ്പ് ഗെയിംസിലൊക്കെ അവസരം കിട്ടിയാലേ ആ ഒരു സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ. മിക്കവാറും ജാനുവരി ആയി കഴിഞ്ഞെങ്കിൽ നമ്മുടെ സ്വന്തം സിസ്റ്ററിംഗ് ക്ലബ്ബായിട്ടുള്ള സ്ട്രാസ്ബർഗിലേക്ക് പുള്ളിനെ ലോണിന് വിടാനാണ് സാധ്യത. ഇനിയിപ്പം അവിടെയുള്ള പെർഫോമൻസും അതുപോലെ തന്നെ ഷാബിയുടെ ചെൽസിയിലുള്ള പെർഫോമൻസും അനുസരിച്ചായിരിക്കും മുഡ്രിക്കിൻ്റെ ചെൽസിയിലെ ഭാവി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു പോയിന്റിൽ നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും പ്ലീസ് ഡു മെൻഷൻ ഇൻ ദ കമന്റ് ബോക്സ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെൽസിയുടെ ഈ പറയപ്പെടുന്ന ട്രാൻസ്ഫർ ബാനാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2011 തൊട്ട് 18 വരെ നമ്മുടെ അബ്രാമോവിച്ച് എരയിൽ ഏജന്റിന് കമ്മീഷൻ കൊടുക്കുന്ന കാര്യങ്ങളിൽ ചെൽസി അത്യാവശ്യം നന്നായിട്ട് ഉടായ്പ കാണിച്ചിട്ടുണ്ട്. ആ സംഭവം എല്ലാം കൂടിയാണ് ഇപ്പോൾ ഒരു ഫൈനായിട്ടും ഈ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫർ ബാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. ഫൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മില്യൺ ആണ് ഫൈനായിട്ട് വരുന്നത്. അത് നമ്മൾ പോയിന്റ് ഡിഡക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്ഫറിൻ്റെ കാര്യം, ഈ ട്രാൻസ്ഫർ ബാൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെൽസിക്ക് സത്യം പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ ബാനും ഇമ്പോസ് ചെയ്തിട്ടില്ല. അതായത് ഇതിന് മുന്നേ നമ്മൾ ചെയ്ത ഉടായ്പകളൊക്കെ ഇനി അടുത്ത 2 വിൻഡോയിൽ, അതായത് ഈ വരാൻ പോകുന്ന സമ്മർ വിൻഡോയിലും, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമ്മർ വിൻഡോയിലും, അതുപോലെ ഇനി വരാൻ പോകുന്ന വിൻ്റർ വിൻഡോ, അതായത് 2027 ജാനുവരി വിൻഡോയിലും നമ്മൾ ഈ സെയിം ഉടായ്പകൾ ഇനിയും കാണിച്ചാൽ മാത്രമേ ചെൽസിക്ക് ഒരു ട്രാൻസ്ഫർ ബാൻ ഇമ്പോസ് ആവത്തുള്ളൂ. അതല്ലാതെ നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ചെൽസിക്ക് ഒരു ട്രാൻസ്ഫർ ബാനും ഉണ്ടാവാൻ പോകുന്നില്ല. അതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതിനകത്ത് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു മെൻഷൻ ഇൻ ദ കമൻറ്റ് ബോക്സ്. അപ്പം ദാറ്റ്സ് ഓൾ ഗൈസ്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.